ഈ ശബരിമലയിലെ ഇപ്പോൾ ഈ സ്വർണ്ണക്കൊള്ളയുടെ ആദിമ ഹേതു എന്താണെന്ന് വെച്ചാൽ ഒരു മഹസറാണ്. ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് ഗൂഢാലോചന നടത്തി ഉണ്ടാക്കിയ ഒരു വ്യാജരേഖയാണിത്. ഈ ബ്രഹ്മദത്തൻ എന്ന് പറയുന്ന ആ പുതിയ തന്ത്രിയായിട്ട് ഇദ്ദേഹം നിർദ്ദേശിക്കുന്ന ഒരാളുടെ യോഗ്യത പരിശോധിക്കണം. നിലവിലുള്ള ഇതനുസരിച്ചിട്ട് അങ്ങനെ തന്ത്രവിദ്യ പഠിച്ചതായിട്ട് ഒരു ഇതുമില്ല. പക്ഷേ കടകംപള്ളി സുരേന്ദ്രൻ അതിനകത്ത് റോള് വന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമസ്കാരം. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല മുൻ VC, മുൻ PSC ചെയർമാൻ ശ്രീ ഡോക്ടർ KS രാധാകൃഷ്ണൻ സാറിന് നിരവധി വിശേഷണങ്ങളുണ്ട്. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് അദ്ദേഹമാണ്. നമസ്കാരം സർ. നമസ്കാരം സർ. ഇപ്പോൾ ശബരിമല വിഷയത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് തന്ത്രിയുടെ കുടുംബത്തിന് വീണ്ടും ഒരു അവിടെ പൂജ നടത്താനുള്ള, അതായത് ഒരു കൈമാറ്റം, അധികാര കൈമാറ്റം പാടില്ല എന്ന് അങ്ങ് പറഞ്ഞല്ലോ. അപ്പോൾ എന്തായിരുന്നു അതിനുള്ളൊരു? രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട്. ഒന്ന്, ശബരിമലയുമായി ബന്ധപ്പെട്ട് ശ്രീ പിണറായി വിജയൻ എനിക്കെതിരെ 251 ക്രിമിനൽ കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ട്. 251. ഞാൻ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുമ്പോഴൊക്കെ ഈ 251 ക്രിമിനൽ കേസുകളുടെ വിവരങ്ങൾ പത്രങ്ങളിലും മറ്റ് ദൃശ്യമാധ്യമങ്ങളിലും പ്രസിദ്ധീകരിക്കണം. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുപ്പ് ചിലവ് വരുന്നത്. കാരണം ഒരു 10-30 ലക്ഷം രൂപ ആയനത്തിൽ ചിലവ് വരാറുണ്ട്. ഒരു പ്രാവശ്യമല്ല 2 വട്ടം ചെയ്യണം. അപ്പം അത് 251 ക്രിമിനൽ കേസാണ്. അതിൽ ഞാൻ ഒരേ സമയത്ത് 4 പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള കേസുകളുണ്ട് അതിനകത്ത്. ഇപ്പോൾ അതെന്തായെന്ന് എനിക്കറിയില്ല കേസുകളുടെയൊക്കെ വിവരം. അതൊന്ന് പക്ഷേ പിണറായി വിജയനെ മാത്രം കുറ്റം പറയാനായിട്ട് പറ്റില്ല. അന്നത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന മണികുമാർ, അതാണ് അദ്ദേഹത്തിൻ്റെ പേരെന്ന് തോന്നുന്നു, അദ്ദേഹത്തിൻ്റെ നിർബന്ധമായിരുന്നു ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാവർക്കുമെതിരെ എല്ലാ കേസുകളും എല്ലാവർക്കുമെതിരെ രജിസ്റ്റർ ചെയ്യണമെന്നുള്ള വിധി അദ്ദേഹം നടത്തിയതാണ്. എന്തായിരിക്കും സാർ അദ്ദേഹത്തിന്? ഞാൻ ഇടയ്ക്ക് ചോദിച്ചോട്ടെ, കാരണം അതൊരു എനിക്ക് എന്താണെന്ന് അറിയില്ല. അങ്ങേർക്ക് എന്ത് ശബരിമലയോട് ഇത്ര ഒരു ദേഷ്യം തോന്നാനുള്ള കാരണം എന്താണെന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയാൻ പാടില്ല, എനിക്കറിയില്ല. അതിൽ പെട്ടിട്ടാണ് ഞാനും TP സെൻകുമാർ, അങ്ങനെ പിന്നെ അങ്ങനെ കുറേ പേരുണ്ട്. ഞങ്ങളൊക്കെ ഈ 251 ക്രിമിനൽ കേസുകളിലെ പ്രതികളാണ്. അപ്പോൾ ശബരിമലയുടെ എനിക്കൊരു പ്രത്യേക താല്പര്യമുണ്ട്. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ വിഭാഗം ഹിന്ദുക്കളും ഒരുമിച്ച് ചേരുന്ന ഒരേ ഒരു സ്ഥലം ശബരിമലയാണ്. ബാക്കി സ്ഥലങ്ങളിലൊക്കെ ഒരു തരംതിരിവുണ്ടായിരുന്നിരിക്കാം, കാരണം ആർക്കെങ്കിലുമൊക്കെ പ്രാമുഖ്യം കിട്ടിയെന്നിരിക്കാം. പക്ഷേ ശബരിമലയിൽ അങ്ങനെയല്ല. ശബരിമലയിൽ അവിടെ അകത്തിരിക്കുന്നതും അയ്യപ്പനാണ്, പുറത്ത് നിൽക്കുന്നതും അയ്യപ്പനാണ്. അയ്യപ്പനെ കണ്ടുപോരുന്നു എന്നുള്ളതാണ്. ശബരിമലയിലെത്തുന്ന കോടിക്കണക്കിന് വരുന്ന ഭക്തരിൽ മഹാഭൂരിപക്ഷം പേരും വളരെ സാധാരണക്കാരായ ഹിന്ദുക്കളാണ്, ദരിദ്രരുമാണ് അവരൊക്കെ. പക്ഷെ അവർ വളരെ കൃത്യമായി നോമ്പ് നോറ്റ് അവിടെ പോകുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്ഷേത്രം അതിൻ്റെ ആചാര അനുഷ്ഠാന വിശുദ്ധിയോടുകൂടി സംരക്ഷിക്കപ്പെടണം എന്നത് എൻ്റെ ഒരു ആഗ്രഹമാണ്. അതിനൊരു കളങ്കം വരാൻ പാടില്ല എന്നുള്ള കാര്യത്തിൽ നിഷ്കർഷയുള്ള ഒരാളാണ് ഞാൻ എല്ലാ കൊല്ലവും ശബരിമലയ്ക്ക് പോകുന്ന ഒരാളുമല്ല, അങ്ങനെ നിങ്ങൾ ധരിക്കുകയും ചെയ്യരുത്. പക്ഷേ ശബരിമലയോ ഒരു മഹത്തായ സ്ഥാപനമാണ്, ഒരു മഹത്തായ ക്ഷേത്രമാണ് എന്ന് കരുതി അതിനോട് പ്രതികരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ശബരിമലയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഞാൻ ഇടപെടാറുണ്ട്. അത് ഇന്നൊടുങ്ങിയതല്ല. ഞാൻ കഴിഞ്ഞ 50 വർഷമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു എഴുത്തുകാരൻ കൂടിയാണ്. 50 കൊല്ലമായിട്ടുണ്ട് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നു. കോളേജിൽ പഠിക്കുന്ന കാലം തുടങ്ങി എഴുതുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ബോധ്യമായ കാര്യങ്ങൾ ഞാൻ എന്നും എഴുതാറുണ്ട്.
മുൻപൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്രമാസികകളിലായിരുന്നെങ്കിൽ ഇപ്പോൾ അത് ഫേസ്ബുക്കിലാക്കി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലാക്കി എന്നുള്ളതാണ്. കാരണം കൂടുതൽ ആളുകളിലേക്ക് എത്താൻ അത് സഹായിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അത്. എന്നാലും പത്രങ്ങളൊക്കെ ആവശ്യപ്പെട്ടാൽ എഴുതി കൊടുക്കാറുമുണ്ട്. കുറവാണെന്ന് മാത്രം, പക്ഷേ പ്രധാനമായിട്ടും ഇതിനകത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അത് ആരായിരുന്നാലും അവർക്ക് വിശുദ്ധി ഉണ്ടായിരിക്കണം എന്ന കാര്യത്തിൽ എനിക്ക് നിർബന്ധമുണ്ട്. അത് തെളിയിക്കപ്പെട്ട വിശുദ്ധി ആയിരിക്കണം. തന്ത്രിമാരാകുമ്പോൾ വിശേഷിച്ചു. തന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിൽ വലിയൊരു സ്ഥാനം വഹിക്കുന്ന ഒരു പുരോഹിതനാണ്. വലിയ സ്ഥാനമുണ്ട് പുരോഹിതന്. തന്ത്രി സാധാരണ കക്ഷിയല്ല. അപ്പോൾ അതിൽ ആ കുടുംബത്തിൽപ്പെട്ട ഒരാളെ ഒരു വ്യഭിചാരവുമായ ബന്ധപ്പെട്ട പ്രശ്നത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു മുമ്പ് നേരത്തെ. അതിൽ അദ്ദേഹം അദ്ദേഹം വാദിയായിരുന്നു. എന്തായാലും ശരിയാണ്. ഒരു ചോദ്യം, അത്രയേറെ സ്വഭാവശുദ്ധി ഇല്ലായ്മയ്ക്ക് കുപ്രസിദ്ധി നേടിയിട്ടുള്ള ഒരു സ്ത്രീയുടെ വീടുമായി ശബരിമലയിലെ തന്ത്രിക്ക് എന്ത് ബന്ധം എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. അതെ, തീർച്ചയായും ആ ചോദ്യത്തിനൊരു ഉത്തരം കിട്ടണം. ഇയാൾ എന്തിനവിടെ പോയി എന്നുള്ള ചോദ്യം. മാത്രമല്ല, അത് സംബന്ധിച്ച അന്വേഷണത്തിലാണ് ഇദ്ദേഹം ഈ ജസ്റ്റിസ് പരിപൂർണൻ റിപ്പോർട്ടുകളൊക്കെ വായിച്ചപ്പോൾ എനിക്ക് വലിയ ദുഃഖം തോന്നുകയും ചെയ്തു. കാരണം വേദത്തിൻ്റെയും മറ്റ് തന്ത്രവിദ്യകളുടെയും ഒന്നും സാങ്കേതിക പരിജ്ഞാനമില്ലാത്ത ഒരാളായിരുന്നു എൻ്റെ തന്ത്രി. അദ്ദേഹം അത് മാറി. അദ്ദേഹം മാറിക്കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം എന്ത് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ മകനെ ആ സ്ഥാനം ഏൽപ്പിച്ചു കൊടുത്തിട്ടാണ് മാറുന്നത്. ഇപ്പോൾ മഹേശ്വര് മോഹനര് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മകനാണ് ഇപ്പോൾ തന്ത്രിയായിട്ടിരിക്കുന്നത്, പരിശ്രമിച്ച് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മളത്ര ശ്രദ്ധിച്ചില്ല. ഇനി പോയിക്കോട്ടെ, അതിപ്പോൾ എന്തോ ആയിക്കോട്ടെ, അയാൾ മാറിയല്ലോ. അത് കഴിഞ്ഞിപ്പോൾ രണ്ടാമത്തെ പ്രശ്നം വന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ശബരിമലയിലെ ഇപ്പോൾ ഈ സ്വർണ്ണക്കൊള്ളയുടെ ആദിമ ഹേതു എന്താണെന്ന് വെച്ചാൽ ഒരു മഹസറാണ്. അത് ദേവസ്വം ബെഞ്ച് രണ്ടാം ദിവസം ഇറക്കിയ ജഡ്ജ്മെൻറ്റിൽ പറയുന്നുണ്ട്. ഒരു ഏതോ ഒരു മാസത്തിൽ 25-ാം തീയതി ഇറക്കിയ ജഡ്ജ്മെൻ്റ് എൻ്റെ കയ്യിലുണ്ട്. അതിൽ പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അതിലാണ് ഒരു വ്യാജ മഹസർ തയ്യാറാക്കിയത്. ഒരു ചെറിയ മാറ്റമാണ് വരുത്തിയേക്കണം. സ്വർണം പൊതിഞ്ഞ ചെമ്പ് എന്നുള്ളതിൽ നിന്ന് ആ സ്വർണം പൊതിഞ്ഞ എന്ന ഭാഗം മാറ്റിയിട്ട് ചെമ്പ് പാളികൾ എന്ന ആ മഹസറിൽ എഴുതിയേക്കാണ്. അത് ചെറിയൊരു കാര്യം, വലിയൊരു കൃത്രിമമാണ്. അല്ല, അതാണ് അതിൻ്റെ ആദിമ പാപം. ആദി പാപം എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ്. അതെ. കാരണം അതങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. അതെ, തീർച്ചയായും. അത് മാത്രമല്ല, അതിൽ ഒന്നാം പേരുകാരനായി ഒപ്പുവെച്ചിരിക്കുന്നത് തന്ത്രിയാണ്. ആ തന്ത്രി രാജീവരാണ്. രണ്ടാം പേരുകാരൻ അവിടുത്തെ മേൽശാന്തിയുമാണ്. പിന്നെയാണ് ബാക്കിയുള്ള ദേവസ്വത്തിൻ്റെ ഭാരവാഹികളൊക്കെ വന്നിരിക്കുന്നത്. അപ്പം ഇതൊരു വ്യാജരേഖയാണ്. ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് ഗൂഢാലോചന നടത്തി ഉണ്ടാക്കിയ ഒരു വ്യാജരേഖയാണിത്. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന സ്വർണ്ണം അതിനകത്തില്ല. അതെ. പിന്നെ സ്വർണം പൂശാൻ കൊണ്ടുപോയ ചെമ്പ് മാത്രമേ ഉള്ളൂ. കോടതിയിലൊക്കെ പോകുമ്പോൾ ആ രേഖ വലിയ രീതിയിൽ ആ കേസിനെ സ്വാധീനിക്കും, ഒരു സംശയവും വേണ്ട. കാരണം ഇപ്പോൾ ഈ സ്വർണം അവിടെ കൊണ്ടുപോയി ഇത് പൂശി എന്ന് പറയുന്നവരുണ്ടല്ലോ, അവരോട് നിങ്ങൾ ആവശ്യപ്പെടാൻ പോകുന്ന ഞങ്ങൾ നിങ്ങൾക്ക് തന്നത് സ്വർണം പൊതിഞ്ഞ ചെമ്പല്ലേ എന്ന് ചോദിക്കുമ്പോൾ അല്ല, വെറും ചെമ്പായിരുന്നു, നിങ്ങളുടെ മഹസർ തന്നെ അതിൻ്റെ രേഖ തെളിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക്. അപ്പോൾ ആ കേസിനെ ദുർബലപ്പെടുത്തുന്ന വിധത്തിലുള്ള ഒരു വ്യാജരേഖയാണ്. ആ വ്യാജരേഖ ചമച്ച കേസിലെ ഒന്നാം പേരുകാരനായി ഒപ്പിട്ടിരിക്കുന്ന ആളാണ് രാജീവര്. ഇത് സ്വർണം പൊതിഞ്ഞ ചെമ്പാണ് എന്ന് അറിയില്ലാത്തൊരാളല്ലല്ലോ ഇദ്ദേഹം. അതെ, വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ ഈ മല്ലയ്യ വന്ന് ഇത് സ്വർണം പൊതിയുന്ന സമയത്ത് അത് വലിയ വാർത്തയായിരുന്നു. വഴിയെ പോകുന്നവരൊക്കെ അവിടെ പോയിന്ന് ഇതിൻ്റെ പുറത്ത് നിന്നൊരു ചിത്രം എടുത്തിട്ട് പത്രങ്ങളിലൊക്കെ കൊടുക്കുമായിരുന്നു. വഴിയെ പോയിരുന്നു പറഞ്ഞാൽ പ്രസിദ്ധന്മാരായിട്ടുള്ളവരൊക്കെ അവിടെ പോയിരുന്നുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ അറിയാവുന്നവരാണ്.
അപ്പോൾ അങ്ങനെ തനിക്ക് സുപരിചിതമായിട്ട് ഉറപ്പുള്ള ഒരു കാര്യത്തിൽ ഒരു വ്യാജരേഖ ചമച്ച് സ്വർണ്ണക്കൊള്ള നടത്താൻ എല്ലാ ഒത്താശയും ചെയ്ത ആളാണ് രാജീവര്. അദ്ദേഹം ഇപ്പോൾ 2-3 കേസുകളിൽ ഇപ്പോൾ ഇതിനകം തന്നെ പ്രതിയാക്കപ്പെട്ടിട്ടുണ്ട്. ഇനിയും കേസുകളിൽ അദ്ദേഹം പ്രതിയാക്കപ്പെടും. അങ്ങനെയുള്ള ഒരാൾ തന്ത്രിയാകുന്നത് ശരിയല്ല എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. അപ്പം അടുത്ത ചോദ്യം വരുന്നത്, അയാളെ ഞാനാകുന്നില്ല, പക്ഷെ എൻ്റെ മകനായിക്കോട്ടെ എന്നാണ്. ഫലത്തിൽ രണ്ടും ഒന്നാണല്ലോ. അല്ല, മകൻ. പക്ഷെ അതിനകത്തൊരു പ്രശ്നമുണ്ട്. ഈ തന്ത്രിയാണ് സൂപ്പർവൈസിങ് അതോറിറ്റിയാണ്, റിച്വൽസിൻ്റെ സൂപ്പർവൈസിങ് അതോറിറ്റിയാണ് തന്ത്രി. തന്ത്രിയുടെ ഒന്നാമത്തെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിച്വൽസിൻ്റെ സൂപ്പർവൈസിങ് ആണ്. അവിടെ മേൽശാന്തി ചെയ്യുന്ന പൂജകളെല്ലാം കൃത്യമാണോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ട ആളും മേൽശാന്തിയുടെ കോമ്പിറ്റൻസും ഉറപ്പുവരുത്തേണ്ട ആൾ കൂടിയാണ് തന്ത്രി. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് തന്ത്രവിദ്യയിൽ നല്ല പരിജ്ഞാനം ഉണ്ടാകണം, വേദ പഠിച്ചിരിക്കണം, ഇത്തരം കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഈ രാജീവരുടെ മകൻ ബ്രഹ്മദത്തൻ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹം 3 വയസ്സ് തുടങ്ങി കിൻഡർ ഗാർട്ടനിൽ പഠിക്കാൻ തുടങ്ങിയ ഒരാളാണ്. അദ്ദേഹം LLB പാസ്സായി. കുറച്ചു കാലം വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്ത് 6 മാസക്കാലം എറണാകുളത്തൊരു ഫേമിലായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം വേറെ ജോലിക്ക് പോയി. താന്ത്രിക വിദ്യയുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ലാത്ത അല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാൾ തന്ത്രവിദ്യ പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എന്താ ഉറപ്പ്? അതെ, അതായത് ഒരു തന്ത്രിയുടെ കുടുംബത്തിൽ ജനിച്ചു എന്ന ഒറ്റ കാര്യം കൊണ്ട് ഒരാൾക്ക് തന്ത്രവിദ്യ അറിയാം എന്ന് കരുതാൻ യുക്തിയില്ല. കാരണം അങ്ങനെ ഒരു സംഭവം ഒരു ലോകത്തുണ്ടായിട്ടില്ല. അതാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ സിനിമാ നടന്മാരുടെയൊക്കെ മക്കളെല്ലാം സിനിമയിൽ വരുന്നുണ്ട്. ഒരെണ്ണവും ക്ലച്ച് പിടിക്കുന്നില്ല അല്ലേ? ഇപ്പോൾ എല്ലാവരും തന്നെ അവരുടെ അച്ഛന്മാരുടെ ഒക്കെ ഒരു അപ്പോളജി ആയിട്ടാണ് ഇവരൊക്കെ മാറാറുള്ളത്. അത് അഭിഷേക് ബച്ചൻ ആയാലും, കാരണം അമിതാഭ് ബച്ചനും അഭിഷേക് ബച്ചനും തമ്മിൽ കമ്പാരിഷൻ ഇല്ല. ആരും കമ്പയർ ചെയ്യില്ല. ശിവാജി ഗണേശനും അദ്ദേഹത്തിൻ്റെ മകനും തമ്മിൽ ഒരു കമ്പാരിഷനും ഇല്ല. അപ്പോൾ ഒരു കുടുംബത്തിൽ ജനിച്ചു എന്ന ഒറ്റ കാര്യം കൊണ്ട് ആ കുടുംബത്തിൽ അറിയേണ്ട ഒരു തന്ത്രവിദ്യ പോലുള്ളൊരു കാര്യത്തിൽ ഇങ്ങേർക്ക് പരിജ്ഞാനം ഉണ്ടാകും എന്നുള്ളതിന് ഒരു ഉറപ്പുമില്ല. ആ ഉറപ്പ് വേണ്ടേ? അതെ, തീർച്ചയായിട്ടും. ഈ വിഷയം വളരെ വിശദമായിട്ട് കർണാടക ഹൈക്കോടതി ഒരു കേസിൽ പരിശോധിച്ചിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞ് നിങ്ങൾ ഈ പാരമ്പര്യം എടുക്കുന്നതിൽ കുഴപ്പമില്ല, നിങ്ങൾ എടുത്തോളൂ. പക്ഷേ പാരമ്പര്യത്തിൽ മൂലം വരുന്ന ആൾ ലെജിറ്റിമേറ്റും ആയിരിക്കണം, കോമ്പീറ്റൻറ്റും ആയിരിക്കണം. ആ കോമ്പീറ്റൻസി ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇയാൾക്ക് തന്ത്രവിദ്യ അറിഞ്ഞിരിക്കണം. തന്ത്രവിദ്യ അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണനാണ്, ജന്മബ്രാഹ്മണനായതുകൊണ്ട് തന്ത്രവിദ്യ അറിയണമെന്നില്ല. എത്രയോ ബ്രാഹ്മണന്മാർക്ക് ഇതറിയില്ല. തന്ത്രിയുടെ മക്കൾക്കെല്ലാം ഇതറിയണമെന്നില്ല. എത്രയോ തന്ത്രിമാരുടെ മക്കൾക്ക് ഇതറിയില്ല. തന്ത്രിമാരുടെ മക്കൾക്കും അവർ പഠിക്കുകയാണെങ്കിൽ അറിയാം എന്നല്ലാതെ തന്ത്രിമാരുടെ മക്കളായതുകൊണ്ട് മാത്രം അവർക്ക് അറിയാം എന്ന് കരുതാൻ ഒരു യുക്തിയുമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ബ്രഹ്മദത്തൻ എന്ന് പറയുന്ന ആ പുതിയ തന്ത്രിയായിട്ട് ഇദ്ദേഹം നിർദ്ദേശിക്കുന്ന ഒരാളുടെ യോഗ്യത പരിശോധിക്കണം. നിലവിലുള്ള ഇതനുസരിച്ചിട്ട് അങ്ങനെ തന്ത്രവിദ്യ പഠിച്ചതായിട്ട് ഒരു ഇതുമില്ല. 1. 2, തന്ത്രവിദ്യാപീഠം ഇത് സംബന്ധിച്ചൊരു കേസ് കൊടുത്തിരുന്നു. കേരളത്തിൽ അഖില കേരള തന്ത്രവിദ്യാപീഠം 300 അംഗങ്ങളുള്ള ഒരു സംഗതിയാണ്. 300 തന്ത്രിമാരേ ഉള്ളതെന്നപ്പോൾ എനിക്ക് മനസ്സിലായി. ബ്രാഹ്മണ തന്ത്രിമാരാണ് അവരെല്ലാവരും. അബ്രാഹ്മണ തന്ത്രിമാർ ആരുമില്ല. അവരൊരു കേസ് കൊടുത്തു. അതെപ്പോഴാണെന്ന് വെച്ചാൽ അബ്രാഹ്മണരെ ശാന്തിക്കാരായി നിശ്ചയിക്കാൻ തീരുമാനിച്ചപ്പോൾ പറഞ്ഞു, അബ്രാഹ്മണർക്ക് ഇങ്ങനെ ശാന്തിക്കാരായിരിക്കാനുള്ള ഒരു അധികാരമില്ല. തന്ത്രവിദ്യയുടെ അധികാരികൾ ജന്മബ്രാഹ്മണരാണ്. അതുകൊണ്ട് ഈ അബ്രാഹ്മണരെ നിയമിക്കുന്നതിന് വേണ്ടി ദേവസ്വം ബോർഡ് പുറപ്പെടുവിച്ചിട്ടുള്ള വിജ്ഞാപനം റദ്ദ് ചെയ്യുകയും ഞങ്ങളുടെ ഭരണഘടനാപരമായ ഞങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും വേണമെന്നായിരുന്നു പ്രയർ. ഹൈക്കോടതി ഇത് തള്ളി. കേരള ഹൈക്കോടതി
ഇപ്പോഴത്തെ ബെഞ്ച് തന്നെ. കഴിഞ്ഞ വർഷം ഒക്ടോബർ 22-ാം തീയതിയാണ് ആ വിധി വന്നത്. ദേവസ്വം ബെഞ്ച് തള്ളി. ദേവസ്വം ബെഞ്ചിൻ്റെ ഈ ദേവസ്വം ബെഞ്ചിൻ്റെ രാജാ വിജയരാഘവൻ്റെയും ബെഞ്ച്, അവരുടെ ബെഞ്ചാണ് ആ വിധി പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞ് ഈ ജാത്യധികാരത്തിൻ്റെ പേരിൽ പാരമ്പര്യവാദം ഉന്നയിക്കുന്നത്, ശ്രദ്ധിക്കണം, ജാത്യധികാരത്തിൻ്റെ പേരിൽ പാരമ്പര്യ അവകാശവാദം ഉന്നയിക്കുന്നത് ഭരണഘടനയുടെ 14, 15, 16, 17 അനുച്ഛേദങ്ങൾക്ക് വിരുദ്ധമാണ്. അത് ഭരണഘടനാ വിരുദ്ധമാണ്, അംഗീകരിക്കാൻ നിർവാഹമില്ല. മനസ്സിലായി? അതെ അതെ മനസ്സിലായി. അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പാടില്ല. പിന്നെ തന്ത്രി എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡിൻ്റെ ജീവനക്കാരനാണ് തന്ത്രി. ആ തന്ത്രിക്ക് എന്തെല്ലാം യോഗ്യതകൾ എവിടെ നിന്നെല്ലാം നേടണം എന്ന് നിശ്ചയിക്കാൻ ദേവസ്വം ബോർഡിന് അധികാരമുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ സംശയത്തിന് ഇട നൽകാത്ത വിധത്തിൽ സുവ്യക്തമായി ആ വിധിന്യായത്തിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്കത് ഹൈക്കോടതിയുടെ വെബ്സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിധിന്യായം വായിക്കാവുന്നതാണ്, പരിശോധിക്കാവുന്നതുമാണ്. അങ്ങ് ഈ ഒരു വാദം പറഞ്ഞപ്പോൾ തന്നെ അത് വലിയ വിവാദമായി. ഞാൻ പറഞ്ഞു തീർത്തേക്കട്ടെ. അതുകൊണ്ട് സ്വാഭാവികമായും ഇദ്ദേഹം കോമ്പീറ്റൻ്റ് ആണെന്ന് തെളിയിക്കണം. തെളിയിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അത് പിന്നെ അപ്പോയിൻറ്റിങ് അതോറിറ്റിക്ക് തീരുമാനിക്കാവുന്നതാണ്. ഇപ്പം ഞാനും പോകുന്നു, നിങ്ങളും പോകുന്നു, നമ്മൾ രണ്ടുപേരും എലിജിബിളാണ്, നമ്മൾ രണ്ടുപേരും കോമ്പീറ്റൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ ആര് വേണം എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് അപ്പോയിൻറ്റിങ് അതോറിറ്റിയാണ്. അത് അവരുടെ ഇഷ്ടമാണ്, അവരുടെ താല്പര്യമാണ്, അതിലല്ല ഞാൻ ഇടപെടുന്നത്. പക്ഷെ ഇത് വേണം എന്ന കാര്യത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ശരി, പറയൂ. അത് വിവാദമായല്ലോ. വിവാദമായതിനു ശേഷമെങ്കിലും ഈ താഴമൺ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു വിവാദം ഉയർന്നു, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇത് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട ഒരു വിഷയമുണ്ട്. കാരണം ഒന്നാമത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഒരു സംശയം നിഴൽ നിൽക്കുകയാണ് തന്ത്രി. അങ്ങനെ വരുമ്പോൾ ഇത്തരമൊരു വിവാദം ഉയരുമ്പോൾ ബ്രഹ്മദത്തിന് വേണ്ടത്ര യോഗ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ബാധ്യത അവർക്കുണ്ടായിരുന്നില്ല. അങ്ങനെ വല്ലതും ഉണ്ടായോ? അവർക്കുണ്ട്. പക്ഷെ അവരങ്ങനെ ചെയ്തതായിട്ട് ഒന്നാമത് എനിക്ക് ഇവരെ അറിയില്ല. ഈ താഴമൺ തന്ത്രി കുടുംബത്തെ എനിക്കറിയില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. അവരുമായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ടൊരു പരിചയവും ഇല്ല, അടുപ്പവും ഇല്ല, എന്താണ് ഈ സൗഹൃദവും, അല്ല പ്രിയമോ വിദ്വേഷമോ ഇല്ല, രണ്ടും എനിക്കില്ല. ഞാൻ അങ്ങനെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിലെ തന്ത്രിയെയും കൂടി കണ്ട് അനുഗ്രഹം വാങ്ങിക്കുന്നൊരു ശീലവും എനിക്കില്ല. വിശേഷിച്ച് തന്ത്രിയെ കണ്ട് സ്പെഷ്യൽ ഞാൻ ചെയ്യാറില്ല അങ്ങനെ. അപ്പോൾ അത് കാരണം എനിക്കിത് കാണേണ്ട ഒരു ആവശ്യമേ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്ത്രി ആരാണ് എന്താണെന്നുള്ളതല്ല, തന്ത്രി ഇവരാണ് തന്ത്രിമാരെന്ന് ഞാൻ അറിയുന്നത് ഇപ്പോഴാണ്. ഇദ്ദേഹമാണെങ്കിൽ ഒരു സർക്കാർ ജീവനക്കാരനുമായിരുന്നു. സർക്കാർ ജീവനം കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം തന്ത്രത്തിലേക്ക് വന്നത്. അതൊക്കെ അവരുടെ ഇഷ്ടം. തന്ത്രിയാകണം, അവർ യോഗ്യനാണെന്ന് അപ്പോയിൻറ്റിങ് അതോറിറ്റിക്ക് ബോധ്യമുണ്ടെങ്കിൽ അവർ വെക്കട്ടെ, അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. അത് പിന്നെ ചലഞ്ച് ചെയ്യപ്പെടാമല്ലോ. ഒരു അപ്പോയിൻറ്റിങ് അതോറിറ്റി വരികയും ആ അപ്പോയിൻറ്റിങ് അതോറിറ്റി ഒരാളെ യോഗ്യനാണ് എന്ന് കാണുകയും ആ യോഗ്യത മാലോകർക്ക് ബോധ്യമില്ലാതെ വരികയും ചെയ്ത് അവർക്കിത് ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട്, കോടതിയിൽ ചോദ്യം ചെയ്യാവുന്നതാണ്. അത് ആ രീതിയിൽ നടന്നോട്ടെ. അപ്പോൾ അതുകൊണ്ട് എനിക്കിതിനകത്ത് ഇവരോട് വ്യക്തിപരമായിട്ട് പ്രീതിയോ ഇല്ല, വിദ്വേഷമോ ഇല്ല. പക്ഷെ ഇത് വേണം എന്നുള്ള കാര്യത്തിൽ എനിക്ക് വളരെ നിർബന്ധവുമുണ്ട്. ആണ് ഞാൻ അതിനടുത്തെടുത്ത ഒരു സമീപനം. പക്ഷേ അത് ഇവരത് ബോധ്യപ്പെടുത്തുന്നില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ഉണ്ട് എന്ന് സ്ഥാപിക്കാനുള്ള ബാധ്യത ദേവസ്വം ബോർഡിനുണ്ട്. കാരണം ഈ ദേവസ്വം ബോർഡ് സ്വയംഭരണ അധികാരമുള്ള സ്ഥാപനമാണ്. അവരെ നിയമിച്ചു കഴിഞ്ഞാൽ പിന്നെ ഗവൺമെൻറ്റിനൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ ഈ ശബരിമല വന്നപ്പോഴൊക്കെ ദേവസ്വം ബോർഡിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ചർച്ച ചെയ്തു. പക്ഷേ നിയമം അനുസരിച്ചിട്ട് ഗവൺമെൻറ്റിന് അതിനകത്ത് ഇൻവോൾവ്മെൻ്റ് ഇല്ല, നിയമം അനുസരിച്ചിട്ട്. പക്ഷെ കടകംപള്ളി സുരേന്ദ്രനായിരുന്നു മന്ത്രി എന്നതുകൊണ്ട് തന്നെ ഇതിനകത്ത് എവിടെയെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ കടകംപള്ളി ഇടപെട്ടിരിക്കും എന്നൊരു ധാരണ പൊതുവേ വരികയും കടകംപള്ളി അത് കൂടുതൽ വഷളാക്കുകയും ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ മറ്റേ പോറ്റിയെ കണ്ടിട്ടില്ല, പോറ്റിയെ കേട്ടിട്ടില്ല, പോറ്റി ആരാണെന്ന് എനിക്കറിയില്ല,
ഞാൻ അതുവഴി പോയ സമയത്ത് അവിടെ ഇങ്ങനെ ഒരു ബർത്ത്ഡേ പാർട്ടി നടക്കണ കണ്ടിരുന്നപ്പോൾ ഒന്ന് കയറിയതാണ്. അപ്പോൾ പറഞ്ഞ് അത് കടകംപള്ളി തന്നെ വഷളാക്കിയ കാരണമാണ് കടകംപള്ളിക്കും ഗവൺമെൻറ്റിനകത്ത് ഇൻവോൾവ്മെൻ്റ് ഉണ്ട് എന്ന് വരുന്നത്. അല്ലെങ്കിൽ നിയമാനുസൃതം ഗവൺമെൻറ്റിനകത്ത് ഇൻവോൾവ്മെൻ്റ് ഇല്ല, ദേവസ്വം ബോർഡിനാണ്. ദേവസ്വം ബോർഡിനെ നിയമിക്കാനുള്ള അധികാരമാണ് ഗവൺമെൻറ്റിന്. അതൊരു ഓട്ടോണമസ് സ്ഥാപനമാണ്, അത് ഇപ്പോഴുണ്ടാക്കിയതല്ല. രാജ്യം തിരുവിതാംകൂർ ഇന്ത്യ മഹാരാജ്യത്തിൽ ലയിച്ച സമയത്ത് ഉണ്ടാക്കിയ ഒരു കവനൻ്റ് ഉണ്ട്. ആ കവനൻറ്റിൻ്റെ ഭാഗമായിട്ട് നിലനിൽക്കുന്നതാണ്. അതിനകത്ത് ആർക്കും ഒന്നും ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വസ്തുത. അപ്പോൾ അതായിരിക്കെ ഗവൺമെൻറ്റിൻ്റെ റോളല്ല, ഈ ദേവസ്വം ബോർഡിൻ്റെ റോളാണ് വരിക. ആ ദേവസ്വം ബോർഡ് അത് കൃത്യമായിട്ട് ചെയ്തോ ഇല്ലയോ എന്നുള്ളതാണ് അത് ചോദ്യം വരുന്നത്. ദേവസ്വം ബോർഡ് അതിൻ്റെ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിച്ചില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഒന്നാമത്തെ തെറ്റ്. ഈ ദേവസ്വം മന്ത്രിക്കെതിരെ യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്നാണോ എന്ന് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ദേവസ്വം മന്ത്രി എന്നൊരു സ്ഥാനം വേണം. നിയമാനുസരണമില്ല. ഞാൻ പറയുന്നത് നിയമം അനുസരിച്ചിട്ടില്ല. നിയമമനുസരിച്ച് ദേവസ്വം മന്ത്രി ദേവസ്വം അമ്പലത്തിൽ വരണമെന്നുമില്ല. ദേവസ്വം മന്ത്രിക്ക് ഹൈന്ദവ മതവിശ്വാസം, ക്ഷേത്ര ആചാരങ്ങളിലുള്ള വിശ്വാസം വേണമെന്നുമില്ല. കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് വന്നപ്പോൾ ആ വിശ്വാസങ്ങളില്ലാത്തവരാണ് ദേവസ്വം കൈകാര്യം ചെയ്തിട്ടുള്ളത്. അങ്ങനെ 67 ഏതൊരു കാലത്ത് വന്നപ്പോഴാണ് അന്ന് MK കൃഷ്ണനും TK രാമകൃഷ്ണനും, എനിക്ക് തോന്നുന്നു MK കൃഷ്ണനായിരുന്നു ഈ ദേവസ്വം മന്ത്രി, TK രാമകൃഷ്ണൻ ഹോം മിനിസ്റ്റർ ആയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ആ പീരീഡ് ഞാനിപ്പോൾ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാവുന്നതാണ്. ആ കാലത്താണ് ഏറ്റുമാനൂർ അമ്പലത്തിൽ നിന്ന് വിഗ്രഹം സ്റ്റീഫൻ പേര് എല്ലാവർക്കും അറിയാം, സ്റ്റീഫൻ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നതും അത് പിടിക്കുന്നതും. അല്ല, അന്ന് ഇവർ രണ്ടുപേരും ക്ഷേത്ര ആചാരാനുഷ്ഠാനങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് എന്ന് ആർക്കും അറിയില്ലായിരുന്നു. അവർ കമ്മ്യൂണിസ്റ്റുകാരാണെന്നാണ് പറഞ്ഞാൽ. കമ്മ്യൂണിസ്റ്റുകാർ അത് വിശ്വസിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ദേവസ്വം ബോർഡിനെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പിന്നെ മന്ത്രിക്ക് അതിനകത്ത് സ്ഥാനമില്ല, മന്ത്രി ഇടപെടാനും പാടില്ല. മന്ത്രിയുടെ ആജ്ഞ കിട്ടിയിട്ടാണ് ഞങ്ങളിത് ചെയ്തത് എന്ന് ദേവസ്വം പ്രസിഡന്റ് പറയണമെങ്കിൽ ആ ഒറ്റ കാര്യം കൊണ്ട് തന്നെ ഈ കൃത്യത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് അയാൾക്ക് ഒഴിയാനും പറ്റില്ല. കാരണം അയാൾ ദേവസ്വം ബോർഡ് മന്ത്രി പറയണ കേൾക്കാൻ ബാധ്യസ്ഥനല്ല. ദേവസ്വം മാനുവൽ അനുസരിച്ചിട്ട്, ദേവസ്വം ആക്ട് അനുസരിച്ചിട്ട് പ്രവർത്തിക്കാൻ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ബാധ്യത. അല്ലാതെ മന്ത്രി എന്ത് പറയുന്നു എന്നുള്ളതല്ല. മന്ത്രി അവിടെ സന്ദർശിക്കാൻ വരികയാണെന്നുണ്ടെങ്കിൽ മന്ത്രിക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാം എന്നല്ലാതെ മന്ത്രിക്ക് ഇതിനകത്തൊന്നും നിർദ്ദേശിക്കാനുള്ള അധികാരമില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും മുഖ്യമന്ത്രി യോഗം വിളിച്ചു കൂട്ടുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശബരിമല മണ്ഡലകാലം വരുന്ന സമയത്ത് ഒന്നിലേറെ സർക്കാർ വകുപ്പുകളുടെ ഏകോപനം ഉണ്ടാക്കണം. ആരോഗ്യ വകുപ്പ് വേണം, ട്രാൻസ്പോർട്ട് വകുപ്പ് വേണം, ദേവസ്വം വകുപ്പ് വേണം, റവന്യൂ വകുപ്പ് വേണം, ഹോം മിനിസ്റ്റർ വരും. ഇങ്ങനെ ഒരുപാട് വകുപ്പുകളുടെ ഏകോപനം വേണം. റവന്യൂ ജില്ലാ കളക്ടർ അടക്കമുള്ളവർ. അപ്പോഴെന്താണെന്ന് വെച്ചാൽ അത്രയും മന്ത്രിമാരുടെയും വകുപ്പിൻ്റെയും ഏകോപനം ഉണ്ടാക്കാൻ മുഖ്യമന്ത്രിക്കേ കഴിയുള്ളൂ. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി എൻ്റെ യോഗം വിളിച്ചു കൂട്ടുന്നത്. ആ മുഖ്യമന്ത്രി യോഗം വിളിച്ചു കൂട്ടി ഈ ഏകോപനം ഉണ്ടാക്കി അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ മുഖ്യമന്ത്രിക്ക് അതിനകത്ത് റോളില്ല. പക്ഷേ കടകംപള്ളി സുരേന്ദ്രൻ അതിനകത്ത് റോള് വന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോറ്റിയെ കയറ്റി എന്നുള്ള ഒരു കാര്യത്തിലാണ്. ആ പോറ്റിയെ കയറ്റിയതിൽ തീർച്ചയായിട്ടും കടകംപള്ളി എത്ര നിഷേധിച്ചു കഴിഞ്ഞാലും അതുമായിട്ടുള്ള ബന്ധം ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ അതിൻ്റെ പേരിൽ കടകംപള്ളി അതിനകത്ത് പ്രതിയാക്കപ്പെടും എന്ന് എനിക്ക് ഉറപ്പുമില്ല. കാരണം സ്ഥാപിക്കപ്പെടേണ്ട കാര്യങ്ങളാണ് അതൊക്കെ. അല്ല സാർ, അത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് ആദ്യം 2025 സെപ്റ്റംബറിൽ ശബരിമലയിലെ ഈ സ്വർണ്ണക്കൊള്ള ആദ്യമായി പുറത്തു വരുന്നു. ഹൈക്കോടതി സ്വമേധയാ കേസെടുക്കുന്നു, പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുന്നു, അതിലെ ഉദ്യോഗസ്ഥരെയും ഹൈക്കോടതി തന്നെ തീരുമാനിക്കുന്നു. പിന്നീട് ഇങ്ങോട്ട് വന്ന ഓരോ കേസിൻ്റെ നാൾവഴികളും നോക്കുമ്പോൾ ഇതാദ്യം തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അട്ടിമറിക്കാൻ ആരൊക്കെയോ ശ്രമിച്ചു എന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയില്ലേ സാർ? അല്ല, ഇപ്പോൾ കോടതി നേരിട്ട് അന്വേഷിക്കുന്നൊരു വിഷയമായതുകൊണ്ടും ഈ അന്വേഷണത്തിൽ എന്തെല്ലാം കണ്ടെത്തി എന്തെല്ലാം കണ്ടെത്തിയില്ല എന്നുള്ള കാര്യം കോടതിക്ക് മാത്രമേ അറിയാൻ പാടുള്ളൂ, വേറെ ആർക്കും അറിയില്ല. കാരണം നമ്മളെ ഒന്നും ഈ കാര്യങ്ങൾ കോടതി അറിയിക്കുന്നില്ല. കോടതിയിൽ ഇൻ ക്യാമറ സെഷനിലാണ് ഇവർ അപ്പിയർ ചെയ്യുന്നത്. വേറെ ആരും കേൾക്കുന്നില്ല, കാണുന്നുമില്ല. അവരെന്ത് ചെയ്തു എന്നറിയാവുന്ന ഒരേ ഒരു കൂട്ടർ കോടതി മാത്രമാണ്.
നമുക്കറിയാത്തിടത്തോളം കാലം അത് നന്നായിട്ടാണോ ചീത്തയായിട്ടാണോ നടക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. അതല്ല, അതായത് സ്വാഭാവിക ജാമ്യം 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ സ്വാഭാവിക ജാമ്യം കിട്ടുമെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ കോടതിക്കും ആ ഒരു ബോധം ഉണ്ടായിരിക്കെ എന്തുകൊണ്ടൊരു ഭാഗികമായ കുറ്റപത്രമെങ്കിലും സമർപ്പിക്കാനായി അന്വേഷണത്തിൽ ഭാഗികമായ കുറ്റപത്രം സമർപ്പിക്കത്തക്ക വിധത്തിലുള്ള രേഖകൾ ഉണ്ടായിട്ടുണ്ടാകില്ല. അതായിരിക്കാം കാരണം. അത് പൊതുസമൂഹത്തിന്റെ സാധാരണക്കാരന്റെ ഒരു സംശയം. അതെ, എല്ലാവർക്കും ആ ഒരു സംശയമുണ്ട്. പക്ഷേ ഇങ്ങനൊരു അവകാശം അതിനുണ്ടെന്നേ ഞാൻ പറഞ്ഞതിന് അർത്ഥമുള്ളൂ. കാരണം ഇപ്പോൾ 1 മാസം കൂടി കഴിഞ്ഞാലേ ഞങ്ങൾക്ക് സമർപ്പിക്കാൻ പറ്റുള്ളൂ എന്നാണ് കോടതിയിൽ പറഞ്ഞേക്കണം. SIT പറഞ്ഞിരിക്കുന്നത്. അത് കോടതി ആ ഇത് വെച്ചു. ഇനിയിപ്പോൾ 1 മാസം കഴിയുമ്പോൾ ഞങ്ങൾക്ക് വീണ്ടും 1 മാസം കൂടി വേണമെന്ന് പറഞ്ഞാൽ സമയം കൊടുക്കേണ്ടി വരും. അപ്പോൾ പിന്നെ കോടതിക്ക് ബോധ്യം വന്നൊരു കാര്യമായതുകൊണ്ടും കോടതി തന്നെ എക്സിക്യൂട്ടീവിൻ്റെയും ജുഡീഷ്യറിയുടെയും ജോലി ചെയ്യണം. അന്വേഷിക്കുന്നത് എങ്ങനെയാണ്, ആരെ എങ്ങനെ അന്വേഷിക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് കോടതിയുടെ എക്സിക്യൂട്ടീവാണ്. ആ എക്സിക്യൂട്ടീവിൻ്റെ ജോലിയും കോടതി എടുത്ത് ജുഡീഷ്യറിയുടെ ജോലിയും കോടതി എടുത്തിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതെല്ലാം പുറത്തു വന്നു കഴിഞ്ഞാലേ അതിനകത്ത് എത്രയുണ്ട് നന്മ എത്രയുണ്ട് തിന്മ എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ അങ്ങനെ ഒരു കമൻറ്റ് പറയാൻ ആവശ്യമായ ഒരു രേഖയുമില്ല. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു സംശയം തോന്നാൻ കാരണം ഒരു 9 തവണയാണ് SITക്ക് സമയം നീട്ടിക്കൊടുത്തത്. അല്ല, ഇനിയും കൊടുക്കേണ്ടി വരും. കാരണം അന്വേഷണം കഴിയണ്ടേ. കാരണം ഇത്രയും ഇത് വളരെ ഇപ്പോഴും വേറൊരു കാര്യമുണ്ട്, ഇപ്പോഴും ഒരുപാട് കാര്യങ്ങൾ അന്വേഷിച്ചിട്ടില്ല. കാരണം ഇതും കൊണ്ടൊരു ഒരു യാത്ര നടത്തിയില്ലേ ഈ ശബരിമലയിലുള്ള ദ്വാരപാലക വിഗ്രഹങ്ങളെല്ലാം എടുത്തുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി കർണാടകയിലും തമിഴ്നാട്ടിലും കേരളത്തിലുമായിട്ട് ഒരു രഥയാത്ര നടത്തിയിരുന്നു. ഇത് വെച്ചുകൊണ്ട് ആ രഥയാത്രയിലാണ് നടൻ ജയറാമിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ച് പൂജ നടത്തിയത്. അതൊക്കെ അന്വേഷിച്ചിട്ടില്ല ഇതുവരെ. അതൊക്കെ ഇനി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അവിടെ വെച്ച് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ആർക്കും അറിയില്ല. അറിയണ്ടേ നമുക്കത്? തീർച്ചയായിട്ടും വേണം. അപ്പൊ അതൊക്കെ അന്വേഷിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുപോലെ തന്നെ PS പ്രശാന്തിന്റെ ഒരു അറസ്റ്റൊക്കെ വൈകിയപ്പോൾ ഇന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു എന്നറിയുന്നു. 2025 നവംബറിൽ കോടതി പുറപ്പെടുവിച്ച ഒരു ഇടക്കാല ഉത്തരവിൽ അത് 2.5 പേജോളം പ്രതിപാദിക്കുന്നത് പ്രശാന്തിന്റെ പങ്കിനെ കുറിച്ചാണ്. അല്ല, പ്രശാന്ത് അതിനകത്ത് പറയുന്നത് ഞാൻ വരുന്നതിന് മുമ്പ് ഇതൊക്കെ ചെയ്തു പോയി എന്നാണ്. സമ്മതിച്ചു. പുള്ളി വരുന്നതിന് മുമ്പ് അതിന് മുമ്പിരുന്ന ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരുന്ന അയാളുടെ പേര് പത്മകുമാറിൻ്റെ കാലത്തും അതിനു മുമ്പ് വാസുവിൻ്റെ കാലത്തുമാണ് ഇതൊക്കെ സംഭവിച്ചിരുന്നത്. ഞാൻ വന്നിട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്നാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഞാൻ വന്നപ്പോഴും ആ നിയമലംഘനം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ നിയമലംഘനം തടയാനുള്ള ബാധ്യത എനിക്കുണ്ട്. ഞാൻ അത് ചെയ്തിട്ടില്ല. പ്രശാന്തിൻ്റെ ഉത്തരവാദിത്വം ഒന്നാമത് വരുന്നത് അവിടെയാണ്. ഈ വാസുവിൻ്റെ കാലത്തും പത്മകുമാറിൻ്റെ കാലത്തും കനത്ത നിയമലംഘനങ്ങളാണ് നടന്നത് എന്നുള്ള കാര്യം സമ്മതിച്ചു കഴിഞ്ഞാൽ അതേ കാര്യം ഇദ്ദേഹത്തിൻ്റെ കാലത്തും തുടർന്നു എന്ന് വന്നു കഴിഞ്ഞാൽ നിയമവും ചട്ടവും അനുസരിച്ച് ക്ഷേത്രങ്ങൾ ഭരിക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആ കൃത്യം നിർവഹിച്ചില്ല എന്ന് വന്നു കഴിഞ്ഞാൽ അയാൾ അതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് പ്രതിയാക്കപ്പെടേണ്ടി. അതുകൊണ്ട് ഇപ്പം എന്തെല്ലാം വാദം പ്രശാന്ത് പറഞ്ഞാലും പ്രശാന്തിനകത്ത് സ്വാഭാവികമായിട്ടും പ്രതിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സാർ, ഈ പ്രശാന്ത് ഒരു അടിസ്ഥാനപരമായി കോൺഗ്രസ്സുകാരനാണ്. 2021 തെരഞ്ഞെടുപ്പിൽ നെടുമങ്ങാട് മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം പരാജയപ്പെട്ടു. പിന്നെ അദ്ദേഹം പെട്ടെന്ന് CPMലേക്ക് വരികയാണ്. ട്രാവൻകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് സ്ഥാനമെന്ന് പറയുമ്പോൾ അത്ര പ്രാധാന്യമുള്ളതാണ്. അത് ആ സ്ഥാനത്തിരിക്കാൻ CPMൽ ആർക്കും യോഗ്യതയില്ല എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ മറുകണ്ഠം ചാടി വന്ന PS പ്രശാന്തിനെ പെട്ടെന്ന് ആ സ്ഥാനത്തേക്ക് അവരോധിക്കുമ്പോൾ അത് എന്തിൻ്റെയൊക്കെയോ അതിലൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ളവരിൽ അവരെല്ലാവരും നിരീശ്വരവാദികളും കൂടിയാണ്. നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റുകാരനും ഈശ്വരവിശ്വാസിയുമായിട്ട് ഒരേ സമയം ഇരിക്കാൻ കഴിയില്ല. അല്ല, അത് പരസ്യമായിട്ട് സാർ, പ്രത്യക്ഷമല്ല. അപ്പോൾ നിങ്ങൾ കള്ളനാണെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാൻ കള്ളന്മാരെ കുറിച്ചല്ല പറയുന്നത്. നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസമില്ല. നിങ്ങൾ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിലും വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപം കൊള്ളുന്ന ചരിത്ര വ്യാഖ്യാനങ്ങളിലും വിശ്വസിക്കുന്ന ഒരാളാണ്. അതിൽ ദൈവമില്ല, ദൈവത്തിനൊരു സ്ഥാനവുമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് കൺഫേം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളിതല്ല. അപ്പോൾ അങ്ങനെ അല്ലാത്ത ഒരു അൺകൺഫേംഡ് കമ്മ്യൂണിസ്റ്റ് അനുഭാവിയെ കിട്ടിയപ്പോൾ അദ്ദേഹത്തെ ആക്കിയതാണ് എന്നൊരു ന്യായം
കമ്മ്യൂണിസ്റ്റുകാർക്ക് പറയാനുണ്ട് അതിനകത്ത്. അതൊരു വാദം മാത്രമായിട്ട് നമുക്ക് കണക്കാക്കാനല്ലേ കഴിയൂ? അതൊരു വാദം മാത്രമായി കണക്കാക്കാൻ അല്ല, അങ്ങനെ ഒരു വാദം അവർക്ക് പറയാനുണ്ട് അതിനകത്ത്. അങ്ങനെ ഒരു വാദം പറയാനുണ്ട്. ബാക്കി ഏത് കമ്മ്യൂണിസ്റ്റുകാരനാക്കും? ആനാവൂർ നാഗപ്പനാക്കാൻ പറ്റുമോ? അല്ല, അങ്ങനെയാണെങ്കിൽ ആ പ്രശാന്ത് വരാതിരുന്നെങ്കിൽ അല്ല, പ്രശാന്ത് അങ്ങനെയുള്ളവർക്ക് പ്രശാന്ത് വന്നിരുന്നില്ലായിരുന്നെങ്കിൽ ആ പാലക്കാട്ടിൽ നിന്ന് വന്ന വേറൊരു കക്ഷിയില്ലേ, പേര് ഞാൻ ഓർക്കുന്നില്ല, CPM-ലേക്ക് വന്ന പാലക്കാട് നിന്ന് വന്ന വേറൊരു കക്ഷിയുണ്ട്, അയാളാകുമായിരുന്നു. അതെ. അതുപോലെ അങ്ങ് ഈ താഴ്മൺ കുടുംബത്തിനെ കുറിച്ച് ഇത്ര ഒരു പരാമർശം നടത്തിയപ്പോൾ BJP-യിൽ നിന്ന് എതിർപ്പുണ്ടായി. എന്താണ് അതിനൊരു? അല്ല, BJP-യിൽ നിന്ന് എതിർപ്പുണ്ടായിട്ടില്ല. എൻ്റെ അടുത്ത് ഒരു BJP-യിലുള്ള ഒരു നേതാവും ഒരു BJP-കാരനും വിളിച്ച് നിങ്ങളിങ്ങനെ എഴുതാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. മാധ്യമ വാർത്തകൾ അത്തരത്തിലായിരുന്നു. മാധ്യമ വാർത്തകൾ വന്നതിന് ഞാൻ ഉത്തരവാദിയല്ല, പാർട്ടിയും ഉത്തരവാദിയല്ല. അതിനകത്ത് പാർട്ടി പറഞ്ഞതായി ഞാൻ മാധ്യമങ്ങളിൽ കണ്ട കാര്യം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ആത്മീയ വിഷയമായതുകൊണ്ട് ഒരു രാഷ്ട്രീയ ഇടപെടൽ അതിൽ വേണ്ട എന്നാണ് പാർട്ടിയുടെ തീരുമാനം. ശരിയായിരിക്കും. പക്ഷെ ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു എഴുത്തുകാരനാണ്. ആ എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് എൻ്റെ ബോധ്യമാണ് ഞാൻ എഴുതുന്നത്. ഒരു എഴുത്തുകാരൻ എഴുതുന്ന എല്ലാ കാര്യത്തോടും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി എല്ലായ്പ്പോഴും യോജിക്കണം എന്നില്ല. മനസ്സിലായില്ലേ? പക്ഷെ ഇതിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുമില്ല. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് എന്നാണ് പാർട്ടി സംബന്ധിച്ച് പറഞ്ഞത്. ശരിയാണത്. കാരണം ഞാൻ ഒരു എഴുത്തുകാരനെന്ന നിലക്കുള്ള എൻ്റെ ബോധ്യം ഞാൻ എഴുതിയതാണ്. അതിന് വസ്തുതകളും യുക്തിയും ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നതാണ് ശരിയെന്ന് എനിക്ക് ബോധ്യമാകും, എനിക്ക് വിശ്വസിക്കുകയും ചെയ്യാം. അങ്ങ് തെരഞ്ഞെടുപ്പിലും മത്സരിച്ചതാണ്. അപ്പോൾ BJP-യുടെ തെരഞ്ഞെടുപ്പ് ഫണ്ട് വിവാദമൊക്കെ അങ്ങയുടെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ടാകും. ഇപ്പോൾ ഇന്നലെ തന്നെ തൃശ്ശൂരിൽ 25 കോടി കള്ളപ്പണം എന്നൊക്കെ ഓഫീസ് സെക്രട്ടറി പറയുന്നുണ്ട്. അങ്ങേക്ക് എന്താണ് അതേക്കുറിച്ച് പറയാനുള്ളത്?